ഭഗവദ്ദൂത് എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് ഭഗവദ്ദൂത്. എഴുത്തച്ഛൻ ജീവിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. എഴുത്തച്ഛൻ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരു കവിയാണ്. പ്രാചീന കവിത്രയങ്ങൾ ആരെല്ലാം? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവെന്നും അറിയപ്പെടുന്നു. എന്താണ് ഈ കിളിപ്പാട്ട്? കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയിൽ കവിത എഴുതുന്നതിനാണ് കിളിപ്പാട്ട് എന്ന് പറയുന്നത്. മലയാള ഭാഷയ്ക്ക് വേണ്ടി ധാരാളം സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് എഴുത്തച്ഛൻ. എഴുത്തച്ഛന്റെ പ്രധാനപ്പെട്ട കൃതികൾ മഹാഭാരതം കിളിപ്പാട്ട്, അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നിവയാണ്. ഇത് മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സംഭവമാണ് ഭഗവദ്ദൂത്. അതായത് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതിന് മുമ്പായി യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം യുദ്ധം ഒഴിവാക്കാനായി കൃഷ്ണനെ ദുര്യോധനന്റെ സവിധത്തിലേക്ക് അയക്കുന്ന ഭാഗമാണ് ഭഗവദ്ദൂത്. അതായത് കൃഷ്ണൻ യുദ്ധം ഒഴിവാക്കണം എന്ന അഭ്യർത്ഥനയുമായി ദുര്യോധനന്റെ സമീപത്ത് വരുന്ന ഭാഗമാണ് കവിതയുടെ ഭാഗം. അംബികാതനേനും തന്നെ സുതന്മാരും നിർമ്മലന്മാരാ മുനി വർഗവും ദ്വിജന്മാരും ദ്രോണരും കൃപരും അശ്വത്ഥമാം വിദൂരരും മാനിച്ചു കേൾക്ക ഭീഷ്മർ കർണനും ശകുനിയും കഴിഞ്ഞ വൃത്താന്തങ്ങൾ പറഞ്ഞു തുടങ്ങേണ്ട കിഴിഞ്ഞു ധർമാത്മജൻ പറഞ്ഞ വാക്കു കേൾപ്പിൻ. അംബികാ തനയൻ, അംബികയുടെ പുത്രൻ, തനയെന്ന് വെച്ച പുത്രൻ, അംബികാ തനയെന്ന് വെച്ച ധൃതരാഷ്ട്രരും തന്നുടെ സുതന്മാരും, സുതന്മാരെന്ന് വെച്ചാലും മക്കളാണ്, ധൃതരാഷ്ട്രം തങ്ങളുടെ മക്കളും അതായത് കൗരവരും നിർമ്മലന്മാരാ മുനിവർഗവും, നിർമ്മലന്മാർ യാതൊരു മലവുമില്ലാത്ത യാതൊരു അഴുക്കുമില്ലാത്ത മുനിവർഗവും ദ്വിജന്മാരും ബ്രാഹ്മണരും ദ്രോണരും കൃപരും അശ്വത്ഥമാവും വിദുരരും മാനിച്ചു കേൾക്ക ഭീഷ്മർ കർണനും ശകുനിയും. എന്താ എല്ലാവരും ഇരിക്കുന്ന സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്, എല്ലാവരും ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുക. കഴിഞ്ഞ വൃത്താന്തങ്ങൾ പറഞ്ഞു തുടങ്ങേണ്ട, കഴിഞ്ഞുപോയ ചരിത്രമൊന്നും ഇനി ആവർത്തിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കിഴിഞ്ഞു ധർമാത്മജൻ പറഞ്ഞ വാക്കു കേൾപ്പിൻ. ധർമാത്മജൻ, ധർമാത്മജൻ എന്ന് വെച്ചാൽ യുധിഷ്ഠിരൻ, എന്നെ പറഞ്ഞയച്ചത് യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരൻ കിഴിഞ്ഞെന്ന് വെച്ചാൽ യാചിച്ച്, യുധിഷ്ഠിരൻ യാചിച്ചുകൊണ്ട് പറഞ്ഞതായ വാക്കുകൾ കേൾക്കുക. ഞാൻ അതായത് യുധിഷ്ഠിരന്റെ വാക്കുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ ഈ സദസ്യ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. സോമവംശത്തിൽ പണ്ടുള്ള ആചാരമറിയായിൽ മാമുനി ജനത്തോടു ചോദിക്ക സുയോധന, നാഴിക നേരം പോലും മൂത്തവർ തന്നെ നാടു വാഴുകെന്നതേ വരൂ നീതി നീ നിരൂപിക്ക. പൂർവന്മാർ പണ്ടുവാണ കേളിയും നിനക്കില്ലേ, സാർവഭൗമത്വം തന്നെ ഭാവിച്ചാൽ വന്നുകൂടാ. സോമവംശത്തിൽ, സൂര്യവംശത്തിൽ പണ്ടുള്ള ആചാരമൊന്നും നിനക്കറിയില്ലേ? ഇതൊന്നും നിനക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ മാമുനിമാരായ ജനത്തോട് നീ ചോദിക്കുക ദുര്യോധന. അതായത് ഒരു നാഴിക നേരം പോലും മൂത്തവർ തന്നെയാണ് നാടു വാഴേണ്ടത്. എന്നാൽ മാത്രമേ ഇവിടെ നീതി ഉണ്ടാക്കാൻ പറ്റൂ എന്ന് നീ നിരൂപിക്കുക, എന്ന് നീ ചിന്തിക്കുക. അതായത് പറയുന്നത് എന്താണ്? അല്ലയോ ദുര്യോധന, യുധിഷ്ഠിരൻ ജീവിച്ചിരിക്കുമ്പോൾ ഇളയവനായ ദുര്യോധനൻ രാജ്യം ഭരിക്കുന്നത് ശരിയല്ല. നിന്റെ രാജ്യം നീ യുധിഷ്ഠിരനെ ഏൽപ്പിക്കണമെന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. പൂർവന്മാർ പണ്ടുവാണ കേളികളൊന്നും നിനക്കറിയില്ലേ? പൂർവന്മാർ നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ പഴയ ആളുകൾ ഇവിടെ ജീവിച്ച രീതിയൊന്നും നിനക്കറിഞ്ഞുകൂടെ? സാർവഭൗമത്വം തന്നെ ഭാവിച്ചാൽ വന്നുകൂടാ. സാർവഭൗമത്വം, ചക്രവർത്തി പദം തന്നെ നീ ഭാവിച്ചാൽ ഇതൊന്നും നിനക്കറിയാൻ വഴിയില്ല എന്നതു കേട്ടു ദുര്യോധനനു ഉര ചെയ്തു. ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ ഉര ചെയ്തു പറഞ്ഞു. ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദുര്യോധനൻ ഇപ്രകാരം പറഞ്ഞു: ചൊന്നതു നന്നു ദേവകി തനയാ നീ, ദേവകി തനയാ ദേവകിയുടെ പുത്ര, ചൊല്ലഴും യയാതിയാം ഭൂപതി തന്റെ മക്കൾ അല്ലയോ യദു മുതൽ നാൽവരുമിരിക്കവേ
ചൊല്ലഴും കീർത്തി കേട്ടവനായ യയാതി ഭൂപതി തന്റെ മക്കളല്ലയോ യദു മുതൽ നാൽവരുമിരിക്കവേ, യദു മുതലായ 4 മക്കൾ ഇരിക്കുമ്പോൾ. ഇവിടെ ദുര്യോധനൻ ഒരു പുരാണ കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പണ്ട് യയാതിയും യയാതിയുടെ മക്കളുടെ കഥയും നിനക്കറിയില്ലേ ശ്രീകൃഷ്ണ? ചൊല്ലിഴും യയാതിയാം ഭൂപതി തന്റെ മക്കളല്ലയോ യദു മുതൽ 4 പൂരുവല്ലയോ പണ്ടു പാരിഞ്ഞു പതിയായ ആരുമേ അറിയാതെ അല്ലിവായിരിക്കുന്നു. ഇവിടെ ദുര്യോധനൻ ഒരു പുരാണ കഥ സൂചിപ്പിക്കുകയാണ്. പണ്ട് യയാതി എന്ന് പറയുന്ന ഒരു ഭൂപതി, ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന് മാമുനിയുടെ ശാപമേറ്റ് ജരാനരകൾ ബാധിച്ചു. അപ്പോൾ തന്റെ വാർദ്ധക്യം സ്വീകരിക്കണമെന്ന് യയാതി 4 മക്കളോടും ആവശ്യപ്പെട്ടു. അപ്പോൾ 4ാമത്തെ മകനായ പൂരുവാണ് ആ വാർദ്ധക്യം സ്വീകരിച്ചത്. മറ്റു 3 മക്കളും രാജാവിന്റെ വാർദ്ധക്യം സ്വീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ രാജാവ് തന്റെ ഇഷ്ടപ്രകാരം പൂരുവിനെ രാജാവാക്കി. പിന്നീട് പൂരുവിന്റെ വാർദ്ധക്യം തിരിച്ചു വാങ്ങുകയും പൂരുവിന് യൗവനം കൊടുക്കുകയും ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. നല്ല മനുഷ്യരാണ് രാജ്യം ഭരിക്കേണ്ടത്. ചക്രവർത്തി എന്ന് പറയുന്ന എല്ലാം ത്യജിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. അന്നേരം പൂരുവിന് യൗവനം പോലും ത്യജിക്കാനുള്ള മനസ്സുണ്ടായതുകൊണ്ടാണ് യയാതി പൂരുവിനെ രാജാവാക്കിയത്. ഇവിടെ ദുര്യോധനൻ എന്താണ് പറയുന്നത്? മൂത്ത 3 മക്കൾ ഉണ്ടായിട്ടും 4ാമനായ പൂരു രാജ്യം ഭരിച്ചില്ലേ, അതുപോലെ എനിക്കും എന്തുകൊണ്ട് രാജ്യം ഭരിച്ചുകൂടാ എന്നാണ് ദുര്യോധനൻ പറയുന്നത്. നന്നു നിൻ കേട്ടു കേൾവി മന്നവാ സുയോധന, നിന്നോടെന്നുണ്ടു പറയുന്നു ഞാൻ അതു കേൾവി. പൂജ്യനായ നൃപഗുണ യോഗ്യനായുള്ളവനെ രാജ്യത്തിൻ പ്രാപ്തിയുള്ളൂവെന്നതു കൊണ്ടല്ലയോ നിന്നുടെ താതൻ ധൃതരാഷ്ട്രതാനിരിക്കവേ മന്നവനായി വാണോ പാണ്ഡുവെന്നറിയുക നീ. അപ്പോഴോ പാണ്ഡുപുത്രനാകിയ യുധിഷ്ഠിരനെ പെരുമടക്കി വാണിടുകയല്ലോ വേണ്ടു. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുകയാണ്, നന്നു നിൻ കേട്ടുകേൾവി, നിന്റെ കേട്ടുകേൾവിയൊക്കെ ശരിയാണ്. മന്നവ, രാജാവായ സുയോധന, നിന്നോട് ഞാൻ പറയുന്നത് നീ അതു കേൾക്കുക. പൂജ്യനായി, ബഹുമാനിക്കേണ്ടവനായി, നൃപഗുണയോഗ്യമുള്ളവൻ, നൃപൻ രാജാവിന്റെ യോഗ്യമുള്ളവനെ മാത്രമേ രാജ്യത്തിന്റെ പ്രാപ്തിയുള്ളൂവെന്നതറിയുക. അതായത് എല്ലാ യോഗ്യതയുള്ളവൻ മാത്രമേ രാജാവാകേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് നിന്നുടെ താതൻ, നിന്റെ അച്ഛനായ ധൃതരാഷ്ട്രർ ഇരിക്കുമ്പോൾ മന്നവനായി പാണ്ഡുവാണത് നീ അറിഞ്ഞൂടെ. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുകയാണ്, പണ്ട് പൂരു ഭരിച്ചത് ശരിയാണ്, അതുപോലെ തന്നെയാണ് എല്ലാ യോഗ്യതയുള്ളവനുമാണ് രാജ്യം ഭരിക്കേണ്ടത്. അതുകൊണ്ടാണ് നിന്റെ അച്ഛൻ ധൃതരാഷ്ട്രർ ഇരിക്കുമ്പോൾ അനുജനായ പാണ്ഡു ഭരിച്ചത്. അന്നേരം ശ്രീകൃഷ്ണൻ വീണ്ടും പറയുകയാണ്, നൃപഗുണയോഗ്യമുള്ളവനാണെങ്കിൽ പോലും അപ്പോൾ ആരാണ് ഭരിക്കേണ്ടത്? യുധിഷ്ഠിരനാണ് ഭരിക്കേണ്ടത് എന്ന് ശ്രീകൃഷ്ണൻ മറുപടി പറയുകയാണ്. അപ്പോൾ പാണ്ഡുപുത്രനാകിയ യുധിഷ്ഠിരനല്ലേ എല്ലാവരെയും അടക്കി വാഴേണ്ടത്, അല്ലയോ സുയോധന എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. അക്കഥ നിൽക്ക നീനൊക്കെ മൂളരുതെങ്കിൽ ഇക്കാലം പാതി രാജ്യം പകുത്തു കൊടുക്ക നീ. അപ്പോൾ വീണ്ടും ശ്രീകൃഷ്ണൻ പറയുകയാണ്, എങ്കിൽ അക്കഥയൊക്കെ നിൽക്കട്ടെ, നിനക്ക് ചക്രവർത്തിയാക്കാൻ താല്പര്യമില്ലെങ്കിൽ അക്കഥ നിൽക്കട്ടെ. ഇക്കാലം പാതി രാജ്യം നിനക്ക് പകുത്തു കൊടുക്കുക നീ, എങ്കിൽ നീ പകുതി രാജ്യം അങ്ങ് പകുത്തു കൊടുത്താൽ മതി. കൊടുക്കയില്ല രാജ്യം പാതി ഞാനൊന്നു കൊണ്ടും കൊടുക്കാൻ അവകാശമില്ലവർക്കറിഞ്ഞാലും. അപ്പോൾ ദുര്യോധനൻ പറയാണ്, കൊടുക്കയില്ല രാജ്യം, ഞാൻ രാജ്യത്തിന്റെ പാതി ഞാൻ ഒന്നുകൊണ്ടും കൊടുക്കില്ല. കൊടുക്കാൻ അവർക്ക് അവകാശമില്ല, അവർക്കറിഞ്ഞാലും. കൊടുക്കാൻ അവർക്ക് കൊടുക്കേണ്ട അവകാശമൊന്നുമില്ല, അതുകൊണ്ട് പകുതി രാജ്യം ഞാൻ കൊടുക്കില്ല. എങ്കിലോ 5 ദേശം ഇരിപ്പാൻ കൊടുക്ക നീ, സങ്കടമാർക്കും വേണ്ട നാശവും ഉണ്ടാകേണ്ട. അപ്പോൾ ശ്രീകൃഷ്ണൻ വീണ്ടും പറയുകയാണ്, എങ്കിൽ അവർക്ക് ഇരിപ്പാനായിട്ട് ഒരു 5 ദേശം കൊടുക്കുക. അതുകൊണ്ട് സങ്കടവും ആർക്കും വേണ്ട, നാശവും ആർക്കും വേണ്ട. അതായത് ഇരുപക്ഷത്തിനും വലിയ ദോഷമില്ലാത്ത വിധം അവർക്ക് നീ 5 ദേശം കൊടുക്കുക.
ആഗ്രഹം പറയാതെ വാക്കുമുട്ടിയാൽ പിന്നെ ആർക്കാനും കൊടുക്കുന്നതാകിലന്തണർക്കത്രേ. ആഗ്രഹം പറയാതെ വാക്കുമുട്ടിയാൽ പിന്നെ ആർക്കെങ്കിലും ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്തണർക്ക്, ബ്രാഹ്മണർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. എന്തായാലും പാണ്ഡവർക്ക് ഒന്നും ഞാൻ കൊടുക്കത്തില്ല എന്ന് ദുര്യോധനൻ തീർത്തു പറയുകയാണ്. രാജ്യവും പുരം ഗ്രാമം ദേശങ്ങൾ വേണ്ട എങ്കിൽ ത്യാജ്യരല്ലവരെന്നു നിന്നുടെ കൃപയാലെ വസിപ്പാൻ 5 ഗൃഹം ചമച്ചു കൊടുക്ക നീ. വസുക്കൾ ധാന്യങ്ങളും പകുത്തു കൊടുക്കേണ്ട. അപ്പോ ശ്രീകൃഷ്ണൻ വീണ്ടും പറയുകയാണ്, രാജ്യവും പുരവും പട്ടണവും, രാജ്യവും പട്ടണവും ഗ്രാമവും ദേശവും ഒന്നും വേണ്ട എങ്കിൽ ത്യാജ്യരല്ല, അവരെല്ലാം ഗ്രഹിക്കേണ്ടവരല്ല, എല്ലാം ത്യജിക്കേണ്ടവരല്ല. നിന്നുടെ കൃപയാലെ വസിപ്പാൻ, നിന്നുടെ കൃപയോടുകൂടി വസിപ്പാനായി 5 ഗൃഹം ചമച്ചു കൊടുക്കുക. 5 വീടെങ്കിലും നീ അവർക്ക് കൊടുക്കുക. വസുക്കൾ, സമ്പത്തും ധാന്യങ്ങളും ഒന്നും നീ പകുത്തു കൊടുക്കേണ്ട. 5 പാണ്ഡവർക്കുമായി 5 ഗൃഹം നീ കൊടുക്കുക എന്ന് അവസാനം കൃഷ്ണൻ ദുര്യോധനനോട് പറയുകയാണ്. അതിനും മടിയെങ്കിൽ അവർക്കു കൂടിയൊരു സദനം നാട്ടിലൊരു ഭാഗത്തു കൊടുക്ക നീ. ഇനി 5 ഗൃഹം കൊടുക്കാനും നിനക്ക് മടിയാണെങ്കിൽ നീ എല്ലാവർക്കും കൂടി നാട്ടിൽ ഒരു ഭാഗത്ത് ഒരു സദനം, ഒരു വീട് നീ എടുത്തു കൊടുക്കുക എന്ന് ശ്രീകൃഷ്ണൻ ദുര്യോധനനോട് പറയുന്നു. അന്തക കുലജാത അന്തകാന്തക സേവ്യ അന്തമാദിയുമില്ലാതുള്ളവൻ പരൻ പുമാൻ. ബന്ധുക സമമായ ചെന്തളിരടിയുള്ളോൻ ബന്ധുക്കളില്ലാത്തോർക്ക് ബന്ധുവാകിയ കൃഷ്ണൻ. ബന്ധുരൂപൻ പാണ്ഡു രാജനന്ദനന്മാർക്ക് ബന്ധുവായൊരു ദൂതനായതു പറഞ്ഞപ്പോൾ. ഈ വരികളെല്ലാം ശ്രീകൃഷ്ണന്റെ വർണ്ണനകളാണ്. അതായത് ശ്രീകൃഷ്ണനെ വർണ്ണിക്കേണ്ടതായ ഒരു സന്ദർഭവും കവിയായ എഴുത്തച്ഛൻ പാഴാക്കുന്നില്ല. അന്തക കുലജാതൻ, അന്തകൻ എന്ന് പറയുന്ന അസുരന്റെ കുലത്തിൽ പിറന്നവനെ, അന്തകാന്തക സേവ്യൻ, അന്തകൻ യമൻ, കാലനെ പണ്ട് കൊന്നിട്ടുണ്ട്. ആരാണ് കാലന്റെ അന്തകൻ? ശിവനാണ്. ശിവനെ സേവിക്കുന്നവനെ, അന്തമാദിയുമില്ലാതുള്ളവൻ, അന്തവും അവസാനവും ആദിയുമില്ലാതുള്ള പരൻപുമാൻ, അവസാനവും ആദിയുമില്ലാത്ത ഈശ്വര. ബന്ധുക സമമായ ചെന്തളിരടിയുള്ളവൻ, ചെന്തളിരടി ചുവന്ന അടിയോട് കൂടിയവനെ, ചുവന്ന പാദത്തോട് കൂടിയവനെ, മനോഹരമായ പൂ പോലെയുള്ള മനോഹരമായ പാദത്തോട് കൂടിയവനെ. ബന്ധുക്കളില്ലാത്തവർക്കു ബന്ധുവാകിയ കൃഷ്ണ, ബന്ധുക്കളില്ലാത്തവർക്കെല്ലാം ബന്ധുവാകുന്ന കൃഷ്ണ. ബന്ധുരൂപ, ബന്ധുരൻ മനോഹരമായ രൂപമുള്ളവനെ. പാണ്ഡുരാജനന്ദനന്മാർക്കു ബന്ധുവായ, പാണ്ഡുരാജാവിന്റെ നന്ദനന്മാർക്ക് ബന്ധുവായ, അതായത് പാണ്ഡവർക്ക് ബന്ധുവായ ആ ശ്രീകൃഷ്ണൻ ദൂതനായി അത് പറഞ്ഞപ്പോൾ അന്ധനാം നരപതി നന്ദനനുര ചെയ്തു. അന്ധനായ നരപതിയുടെ നന്ദനൻ, അതായത് അന്ധനായ നരപതി ധൃതരാഷ്ട്രാണ്. കണ്ണു കാണാത്ത ധൃതരാഷ്ട്രയുടെ മകനായ സുയോധനൻ, ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു. ബന്ധമില്ലെന്തെങ്കിലും എന്നോടിത്തരം ചൊൽവാൻ എന്തിനു പലതരമിങ്ങനെ പറയുന്നു. കുന്തിതൻ മക്കളെന്ന കൂറുകൊണ്ടത്രയല്ലേ. ബന്ധമില്ലെങ്കിൽ എന്തിനാണ് ഇത്തരം വാക്കുകൾ എന്നോട് ചൊല്ലുന്നത്? എന്തിനാണിങ്ങനെ പലതരം വാക്കുകൾ പറയുന്നത്? കുന്തിയുടെ മക്കളെന്ന കൂറുകൊണ്ടത്രയല്ലേ, കുന്തിയുടെ മക്കളെന്ന കൂറുകൊണ്ടല്ലേ എന്നോടിങ്ങനെയെല്ലാം ആവശ്യപ്പെടുന്നത്? സൂചകനായ നിന്റെ വാക്കുകൾ കേൾക്കും തോറും സൂചിതൻ മുന കൊണ്ടു കുത്തുവാനുള്ള നിലം കൊടുക്കും ഞാനെന്നതു നിനച്ചിടേണ്ട ഏതും. പടയ്ക്കു വരുന്നകൾ കണ്ടുപോകണം തന്നെ. സൂചകൻ, ഒറ്റുകാരനായ നിന്റെ വാക്കുകൾ കേൾക്കും തോറും സൂചിയുടെ മുന കൊണ്ട് കുത്തുവാനുള്ള നിലം കൊടുക്കും ഞാനെന്നത് നിനച്ചിടേണ്ട. സൂചി കുത്താനുള്ള നിലം പോലും ഞാൻ കൊടുക്കുമെന്ന് നീ ചിന്തിക്കേണ്ട. പടയ്ക്കു വരുന്നാകൾ കണ്ടുപോകണം തന്നെ. അല്ല, പടയ്ക്കാണ് നീ വരുന്നതെങ്കിൽ ഞാൻ കണ്ടുപോകാം എന്നാണ് ദുര്യോധനൻ ഉറപ്പിച്ചു പറയുന്നത്. ശ്രീകൃഷ്ണൻ സന്ധി സംഭാഷണത്തിന് വന്നപ്പോൾ ദുര്യോധനന് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാമായിരുന്നു. ദുര്യോധനന്റെയും, അതായത് കൗരവന്മാരുടെ നാശം അതിലൂടെ ഒഴിവാക്കാമായിരുന്നു.